നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് യുദ്ധത്തിന്റെ പരിണാമം അല്ലേ? എല്ലാരും വായിച്ചു നോക്കിയോ? നല്ലൊരു പാഠഭാഗമല്ലേ? എന്താണ് നമ്മളുടെ മനസ്സിൽ തട്ടുന്ന ഒരു പാഠഭാഗം അല്ലേ? ആണ്, നല്ല പാഠഭാഗമാണ്. അപ്പൊ നമുക്ക് ബാക്കി ഭാഗത്തിലേക്ക് കിടക്കാം. അപ്പോൾ എവിടെ വരെയാണ് നമ്മൾ പഠിച്ചത്? നമ്മുടെ ആ ഒരു യുദ്ധക്കളത്തിൽ വീണ് കിടക്കുന്ന ദുര്യോധനന്റെ മാനസികാവസ്ഥയെ പറ്റി പറഞ്ഞു. അദ്ദേഹത്തിന്റെ സഹോദര സ്നേഹത്തെ പറ്റി പറഞ്ഞില്ലേ? വർണ്ണിക്കുന്നുണ്ട്. കണ്ടോ ആ ഒരു അവസ്ഥ, അദ്ദേഹത്തിന്റെ ആ ഒരു മാനസികാവസ്ഥയിൽ നമ്മൾക്ക് ഒരു തുള്ളി കണ്ണുനീർ വരും. അദ്ദേഹത്തിന്റെ ആ ഒരു അവസ്ഥ കണ്ടിട്ട് പാവം തോന്നിയില്ലേ എല്ലാവർക്കും? ഓക്കെ, നമുക്കിപ്പോ അടുത്ത ഭാഗത്തിലേക്ക് കിടക്കാം. അവർ കൃപകൃത വർമാശ്വാത്താത്മകൾ 3 പേരും പാണ്ഡവരുടെ പാളയത്തിനടുത്തെത്തി. അപ്പോൾ അതിനകത്ത് കഴിഞ്ഞ ദിവസം എന്താണ് സംഭവിച്ചത്? അതിനകത്ത് ഒരാളെ എന്താണ് ആ അടുത്ത ആ സേനാധിപതിയായിട്ട് തെരഞ്ഞെടുത്തില്ലേ? തെരഞ്ഞെടുത്തു കഴിഞ്ഞു. അപ്പോഴെന്താണ് അവരിനി അടുത്ത യുദ്ധത്തിന് പോവുകയാണ്. ആരൊക്കെയാണ്? കൃപര്, കൃതവർമ്മര്, അശ്വത്ഥാത്മാവ്. അത്ര ആൾക്കാര് എവിടെ പോകുന്നുണ്ട്? പാണ്ഡവരുടെ പാളയത്തിന് അടുത്തെത്തി. പാണ്ഡവരുടെ പാളയത്തിന്റെ അടുത്തെത്തി. കൂട്ടത്തിൽ പറയട്ടെ, പാണ്ഡവർ അവിടെ ഉണ്ടായിരുന്നില്ല. അവരെന്താണ്? പാളയം എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമോടോ? നമ്മുടെ തിരുവനന്തപുരത്തെ പാളയമല്ല. പാളയം എന്ന് വെച്ചാൽ ഈ യുദ്ധം, ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, യുദ്ധം നടക്കുന്ന സ്ഥലത്ത് അവര് കൂടാരം കെട്ടി താമസിക്കുന്നില്ലേ? ആ സ്ഥലത്തിനാണ് പാളയം എന്ന് പറയുന്നത്. അവരവിടെ തങ്ങുന്ന സ്ഥലം, അവര് വിശ്രമിക്കുന്ന സ്ഥലമാണ് പാളയം. നോക്കട്ടെ മക്കളെ, ആ കൂട്ടത്തിൽ പറയട്ടെ, പാണ്ഡവർ അവിടെ ഉണ്ടായിരുന്നില്ല. ഇന്ന് മംഗളത്തിന് വേണ്ടി നാം പാളയത്തിൽ നിന്നും പുറത്ത് പാർക്കണം എന്ന് പറഞ്ഞ് കൃഷ്ണൻ അവരെയും സാത്യകിനെയും കൂട്ടി ഓഘവ നദിയുടെ തീരത്ത് ചെന്ന് കുടിയിരുന്നു. സാത്യക് എന്ന് പറയുന്ന ആരാന്നറിയാമോ? നമ്മുടെ കൃഷ്ണന്റെ തേരാളിയാണ് സാത്യക്, കൃഷ്ണന്റെ തേരാളി. ഓക്കെ, അവരെന്താണ് ഈ പാണ്ഡവരെ അവിടെ കാണാനതിന്റെ കാര്യം എന്താണ്? അവരെന്താണ് ഈ കൃപകൃത വർമാശ്വതാത്മകൾ അവിടെ ചെന്ന സമയത്ത് അവിടെ പാണ്ഡവരെ കണ്ടില്ല. അവർ കാണാത്തതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് മംഗലത്തിന് ഇന്നൊരു ഐശ്വര്യം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് ആരാ പറയുന്നത്? കൃഷ്ണൻ പാണ്ഡവരോട് പറയുന്നത്, ഇന്നൊരു മംഗലത്തിന് വേണ്ടിയിട്ട് നാം പാളയത്തിൽ നിന്നും പുറത്ത് പാർക്കണം. രാത്രിയിൽ ആ പാളയത്ത് പാർക്കാതെ നമുക്കതിൽ നിന്നും പുറത്ത് പാർക്കണം എന്ന് പറഞ്ഞ് കൃഷ്ണൻ അവരെയും സാത്യകിനെയും, സാത്യക് എന്ന് പറഞ്ഞ ആരാന്ന് പറഞ്ഞു? സാത്യകാര കൃഷ്ണന്റെ തേരാളിയാണ് സാത്യക്. സാത്യക് എന്ന് പറഞ്ഞാൽ കൃഷ്ണന്റെ തേരാളി. കൃഷ്ണന്റെ തേരാളിയാണ് സാത്യക്. അപ്പോൾ സാത്യകിനെയും കൂട്ടിയിട്ട് ഓഘവതി നദിയുടെ തീരത്ത് ചെന്ന് കുടിയിരുന്നു. എന്താണ് നദിയുടെ പേര്? ഓഘവതി നദിയുടെ തീരത്ത് ചെന്ന് കുടിയിരുന്നു. അപ്പോൾ കൃഷ്ണൻ അറിയാൻ പറ്റും. കൃഷ്ണൻ ഭഗവാനല്ലേ? ഭഗവാന്റെ അവതാരമല്ലേ കൃഷ്ണൻ? ശ്രീരാമന്റെ അവതാരമല്ലേ കൃഷ്ണൻ? അപ്പോൾ കൃഷ്ണന് അറിയാൻ പറ്റും അന്ന് അവിടെ ഒരു എന്തോ സംഭവിക്കാൻ പോകുന്നുള്ള കാര്യം അറിയാവുന്നത് കൊണ്ട് അദ്ദേഹം എന്താണ് അവരെ അവിടെ നിന്ന് മാറ്റി. ദ്രൗണി ശിബിരദ്വാരത്തിൽ വെച്ച് കൃപകൃത വർമാക്കളോട് പറഞ്ഞു. അപ്പോൾ ദ്രൗണിയാണ് അടുത്ത ആരായിട്ടാണ് ആ സേനാധിപതിയാവുന്നത്. ദ്രൗണി ആരുടെയാണ്? ആ ദ്രോണരുടെ മകൻ അശ്വത്ഥാത്മാവാണ് അടുത്ത സേനാധിപതി. അപ്പോൾ ആ ദ്രൗണി ശിബിരദ്വാരത്തിൽ വെച്ച് കൃപകൃത വർമാക്കളോട് പറഞ്ഞു. ശിബിരത്തിന്റെ വാതിൽ തടഞ്ഞു വെച്ച് അവരോട് പറഞ്ഞു. കൂടെ ഉണ്ടായിരുന്ന ആരോടാണ്? കൃതവർമാക്കളോട് പറഞ്ഞു, ഞാൻ ശിബിരത്തിൽ കടന്ന് കാലനെ പോലെ പ്രവർത്തിക്കും. ഞാൻ എന്ത് ചെയ്യും? ഞാൻ ശിബിരത്തിൽ കടന്നിട്ട് കാലനെ പോലെ പ്രവർത്തിക്കും. ഒറ്റ ഒരുത്തനും നിങ്ങളുടെ അടുക്കൽ നിന്ന് ജീവനം കൊണ്ട് പോകാതിരിക്കാൻ ശ്രദ്ധിച്ചു നിൽക്കണം. എന്താണ് ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ ശിബിരത്തിൽ കടന്ന് കാലനെ പോലെ പ്രവർത്തിക്കും. കാലൻ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ആരാണ്? നമ്മുടെ ജീവൻ എടുക്കുന്ന ആളാണ് കാലനാണ്. നമ്മുടെ ആയുസ്, നമ്മളെ മരിക്കുമ്പോൾ നമ്മൾ കാലപുരിക്ക് അയച്ചു എന്നൊക്കെ പറയത്തില്ല, കാലം വന്ന് നമ്മളെ കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോഴെന്താണ്? ശിബിരത്തിൽ കടന്നു കഴിഞ്ഞാൽ എന്താണ്? കടന്ന് കാലനെ പോലെ പ്രവർത്തിച്ച് എല്ലാവരും കൊല്ലും എന്നാണ് പറയുന്നത് കേട്ടോ. കാലനെ പോലെ പ്രവർത്തിക്കും. ഒറ്റ ഒരുത്തനും നിങ്ങളുടെ അടുക്കൽ നിന്നും ജീവനെ കൊണ്ട് പോകാതിരിക്കാൻ ശ്രദ്ധിച്ച് നിൽക്കണം. ആരും ജീവനോടെ അവിടെ
അവിടെ നിന്ന് പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചു നിൽക്കണം. എന്നിട്ട് അയാൾ ശിബിരത്തിലേക്ക് ചാടിക്കടന്നു. അതിനുശേഷം എന്താണ്? ആ ശിബിരത്തിലേക്ക് ചാടിക്കടന്നു. തനിക്ക് ആ സ്ഥലമെല്ലാം അറിയാം. അയാൾ നേരെ ദൃഷ്ടദ്രുമ്നൻ കിടക്കുന്ന മുറിയിലേക്ക് ചെന്നു. അപ്പോഴെന്താണ്? ഇദ്ദേഹത്തിന്, ആ ദ്രോണിക്ക് ആ ഭാഗം, ആ ശിബിരത്തിനകമുള്ള കാര്യങ്ങളെല്ലാം അറിയാം. പക്ഷെ രാത്രിയിൽ യുദ്ധം ചെയ്യുന്നതാണ് ധർമ്മം, പറഞ്ഞില്ലേ? പക്ഷെ ഇവിടെ ധർമ്മത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇവരും ആ ഒരു ധർമ്മം എല്ലാം മാറ്റി വെച്ചിട്ട് രാത്രി യുദ്ധത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. നോക്കിയേ മക്കളെ. അപ്പോഴെന്താണ്? ആ ശിബിരത്തിലേക്ക് ചാടിക്കടന്നിട്ട് ആ സ്ഥലമെല്ലാം നന്നായിട്ട് ആർക്ക് അറിയാം? ദ്രൗണിക്ക് അറിയാം. എപ്പോഴെന്താണ്? ആ ചാടിക്കടന്നിട്ട് അയാൾ നേരെ ദൃഷ്ടദ്രുമ്നൻ കിടക്കുന്ന മുറിയിലേക്ക് ചെന്നു. ദൃഷ്ടദ്രുമ്നൻ കിടക്കുന്ന ആ ഒരു മുറിയിലേക്ക് ചെന്നു. യുദ്ധശ്രാന്തനായ ദൃഷ്ടദ്രുമ്നൻ, യുദ്ധശ്രാന്തനായ എന്ന് വെച്ചാൽ യുദ്ധത്തിൽ ക്ഷീണിതനായ, അല്ലെങ്കിൽ യുദ്ധം കഴിഞ്ഞ ആ ഒരു കലി കൊണ്ട് കിടക്കുന്ന അവസ്ഥയാണ്. ആ യുദ്ധത്തിൽ ക്ഷീണിതനായ ആ ദൃഷ്ടദ്രുമ്നൻ എന്ത് ചെയ്തു? മാലകൾ വിതാനിച്ച് നറുമണം പുകച്ച അറയിൽ വെള്ള വിരിപ്പ് വിരച്ച വലിയ മെത്തയിൽ ഒരു ഭയവുമില്ലാതെ സ്വൈര്യമായി കിടന്നുറങ്ങുകയാണ്. അപ്പോഴാ ദൃഷ്ടദ്രുമ്നൻ എങ്ങനെയാണ് കിടന്നുറങ്ങിയത് നോക്കിക്കേ. ആ മാലകൾ വിതാനിച്ച്, പൂമാലകളൊക്കെ നിറയെ ഇട്ട്. എന്തിനാണ് മാലകൾ ഇടുന്നത്? നല്ല സുഗന്ധം പരത്താൻ വേണ്ടിയിട്ടാണ് മാലകൾ ഇടുന്നത്. അപ്പോഴെന്താണ്? ആ മാലകളൊക്കെ വിരിച്ച മാലകൾ വിതാനിച്ച് നറുമണം പുകച്ച അറയിൽ, ആ റൂമിനകം, ആ ഒരു ശിബിരത്തിനകമൊക്കെ നറുമണം, കുമിഞ്ചാനൊക്കെ പുകച്ചാണ്. അപ്പോൾ നല്ല ഒരു സുഗന്ധം നിലനിൽക്കും. ആ പൂക്കളുടെ സുഗന്ധവും ആ ഒരു ഇതിൻ്റെ കുമിഞ്ചാൻ്റെയൊക്കെ ഒരു സുഗന്ധവും എല്ലാം ആ ഒരു അറയില് വെള്ള വിരിപ്പ് വിരിച്ച വലിയ മെത്തയിൽ. നല്ല ഭംഗിയുണ്ടല്ലേ? ചിന്തിച്ചു നോക്കിയേ. വെള്ള വിരിപ്പ് വിരിച്ച വലിയ മെത്തയില് ഒരു ഭയവുമില്ലാതെ, ആരെയും പേടിക്കേണ്ട. രാത്രിയിൽ എന്താണ്? യുദ്ധം നടക്കത്തില്ല. അപ്പോഴാരെയും പേടിക്കാതെ ഭയക്കാതെ സ്വൈര്യമായി കിടന്നുറങ്ങുന്നു. വിശാലമായിട്ട് സ്വൈര്യമായിട്ട് കിടന്നുറങ്ങിയാണ് ആര്? ദൃഷ്ടദ്രുമ്നൻ. കണ്ടോ? കിടന്നുറങ്ങിയാണ്. ദ്രൗണി അയാളെ ചവിട്ടിയൊന്നുണർത്തി. ദ്രൗണി എന്ത് ചെയ്തു? കലിപൂണ്ട് നിൽക്കുകയാണ് അല്ലെ? ദ്രൗണിക്കൊക്കെ അങ്ങ് ദേഷ്യം വന്നിട്ട് നിൽക്കുകയാണ്. എന്തിനാണ്? ദുര്യോധനോട് ചെയ്ത ക്രൂരത. അതുകൊണ്ട് ഒറ്റ ചവിട്ടി ഉണർത്തി. കണ്ടോ? ചവിട്ടി ഉണർത്തി. ദൃഷ്ടദ്രുമ്നൻ ഉണർന്നു നോക്കി. കണ്ടോ? ദൃഷ്ടദ്രുമ്നൻ ഉണർന്ന് നോക്കി. ദ്രൗണി അയാളെ ചവിട്ടി ഉണർത്തി. ദൃഷ്ടദ്രുമ്നൻ ഉണർന്നു നോക്കി. ദ്രൗണിയെ കണ്ടറിഞ്ഞു ചാടി എഴുന്നേൽക്കാൻ ഭാവിക്കുമ്പോഴേക്കും ദ്രൗണി അയാളുടെ തലമുടി പിടിച്ചു വലിച്ചു താഴെയിട്ടു ചവിട്ടി. ഭയങ്കരമായിപ്പോയല്ലേ? ഉറങ്ങിക്കിടന്ന ഒരാളിനെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നിങ്ങളെങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോഴത്തേന് നിങ്ങളെ ചേട്ടനോ അനിയനോ വന്ന് ഒന്ന് എണീക്കോ എന്ന് പറഞ്ഞൊന്ന് കുലുക്കി വിളിച്ചു കഴിഞ്ഞാൽ അന്ന് ആ വീട് തിരിച്ചു വെക്കും നിങ്ങൾ, ഇല്ലേ? തീർച്ചയായിട്ടും ആ ഒരവസ്ഥ നിങ്ങൾ അപ്പോഴും നല്ല വിശാലമായിട്ട് നല്ല വെള്ളം വിരിപ്പ് വിരച്ച കട്ടിലില് നല്ല പൂക്കളൊക്കെ വിതറിയ ആ ഒരു സുഗന്ധത്താൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുന്ന ഒരു വ്യക്തിയെ ചെന്ന് ചവിട്ടി ഉണർത്തി, ഇല്ലയോ? ചവിട്ടി ഉണർത്തി കഴിഞ്ഞു. ചവിട്ടി ഉണർത്തിയിട്ട് എന്ത് ചെയ്തു? തലമുടി പിടിച്ചു വലിച്ച് താഴെയിട്ടു. തലമുടി പിടിച്ചു വലിച്ച് തറയിലിട്ട് ചവിട്ടി. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ പുരാണത്തില് എല്ലാത്തിനകത്തും പുരുഷന്മാർക്ക് നല്ല തലമുടിയുണ്ട് അല്ലേ? അതിന്റെ ഉദാഹരണമല്ലേ തലമുടി പിടിച്ച് വലിച്ചാൽ. ഇല്ലെങ്കിൽ നമ്മുടെ ആളൊക്കെ ഇങ്ങനെ കുറ്റിയായിട്ട് വെട്ടി നിർത്തിയെങ്ങനെ മുടി പിടിച്ച് തലയിലിടാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ ഇവർക്കൊക്കെ നല്ല തലമുടിയുണ്ട് കേട്ടോ. നോക്കു മക്കളെ, ദ്രൗണി അയാളുടെ തലമുടി പിടിച്ചു വലിച്ചു താഴെയിട്ട് ചവിട്ടി. മയക്കം പോകാതെ പരിഭ്രമിച്ചിരുന്ന ദൃഷ്ടദ്രുമ്നന് അനങ്ങാൻ കഴിഞ്ഞില്ല. ആ ഒരു മയക്കം, അദ്ദേഹം ഉറക്കത്തിലല്ലേ, ആ ഒരു മയക്കം പോകാതെ പരിഭ്രമിച്ചിരുന്ന ദൃഷ്ടദ്രുമ്നന് അനങ്ങാൻ കഴിഞ്ഞില്ല. ആ ഒരു ഉറക്കത്തിനിടയിൽ പെട്ടെന്ന് ആ ഒരു മയക്കം വിട്ട് മാറാതെ എന്ത് പരിഭ്രമിച്ചു വരുന്ന ആ പരിഭ്രമിച്ചിരുന്ന ദൃഷ്ടദ്രുമ്നന് അനങ്ങാൻ കഴിഞ്ഞില്ല. ദ്രൗണി അയാളുടെ കഴുത്തിലും നെഞ്ചിലും ചവിട്ടി നിന്ന് ഞെക്കിക്കൊല്ലാൻ തുടങ്ങവേ ദൃഷ്ടദ്രുമ്നൻ മാന്തി ഒഴിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഞരങ്ങി. എന്താണ് ആ ദ്രൗണി എന്ത് ചെയ്തു? ദ്രൗണി അയാളുടെ കഴുത്തിലും നെഞ്ചിലും ചവിട്ടി നിന്ന്, കഴുത്തിലും നെഞ്ചിലും എല്ലാം ചവിട്ടി നിന്ന് ഞെക്കിക്കൊല്ലാൻ തുടങ്ങവേ. അപ്പോൾ അയാളുടെ കഴുത്തിലും നെഞ്ചിലും ചവിട്ടി നിന്ന് ഞെക്കിക്കൊല്ലാൻ ശ്രമിച്ചു. ആ ചവിട്ടി തറയിലിട്ടിട്ട് ആ കഴുത്തിലൊന്ന് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കിക്കുക എങ്ങനെയാണെന്ന്. എന്താണ് ആ ദ്രൗണി അയാളുടെ
ചവിട്ടി നിന്ന് ഞെക്കിക്കൊല്ലാൻ തുടങ്ങുകയാണ്. ആ ചവിട്ടി നിന്ന് കഴുത്തിൽ നെഞ്ചിന്റെ ഭാഗത്തെല്ലാം കൂടി ചവിട്ടി നിന്നിട്ട് ഞെക്കിക്കൊല്ലാൻ തുടങ്ങവേ ദൃഷ്ടദ്രുമ്നൻ നോക്കിയേ, ഞെക്കിക്കൊല്ലാൻ ശ്രമിക്കവേ ദൃഷ്ടദ്രുമ്നൻ മാന്തി ഒഴിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഞരങ്ങി. എന്താണ് ആ മാന്തി മാറ്റാൻ, മാന്തി നമ്മൾ ദേഹത്ത് നോവിക്കാൻ വേണ്ടി മാന്തത്തില്ലേ, അങ്ങനെ മാന്തി ഒഴിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഞരങ്ങി. ആചാര്യപുത്ര, ആചാര്യപുത്രൻ എന്ന് പറഞ്ഞാൽ ദ്രോണാചാര്യരുടെ പുത്രനാണ് ദ്രൗണി, അതാണ് വിളിക്കുന്നത്. ആചാര്യപുത്ര എന്നെ ശസ്ത്രം കൊണ്ട് കൊന്നേക്കൂ. ആചാര്യപുത്ര എന്നെ ശസ്ത്രം എന്ന് വെച്ചാൽ ആയുധം കൊണ്ട് കൊന്നേക്കൂ, എന്നെ കൊന്നേക്കൂ. താമസിക്കേണ്ട മനുഷ്യശ്രേഷ്ഠ, അങ്ങയുടെ കൈകൊണ്ട് ഞാൻ സുഹൃത ലോകങ്ങളിലേക്ക് പോകട്ടെ. എന്താണ് പറയുന്നത്? ആ ദൃഷ്ടദ്രുമ്നനെ മാന്തി ഒഴിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഞരങ്ങി. ആചാര്യപുത്ര എന്നെ ശസ്ത്രം കൊണ്ട് കൊന്നേക്കൂ. താമസിക്കേണ്ട മനുഷ്യശ്രേഷ്ഠ, അങ്ങയുടെ കൈകൊണ്ട് ഞാൻ സുഹൃത ലോകങ്ങളിലേക്ക് പോകട്ടെ. അപ്പോഴെന്താണ്? എന്നെ ശസ്ത്രം കൊണ്ട്, എന്നെ ആയുധം കൊണ്ട് തന്നെ എന്നെ കൊന്നേക്കൂ. അതിന് മടിക്കേണ്ട, അതിനൊരു താമസവും വരുത്തണ്ട. എന്താണ്? അങ്ങയുടെ കൈകൊണ്ട് മരിച്ച് ഞാൻ സുഹൃത ലോകങ്ങളിലേക്ക് പൊക്കോട്ടെ, ഞാൻ സ്വർഗലോകത്തിലേക്ക് പൊക്കോട്ടെ. കണ്ടോ? ഗുരുഖ്യാതികൾക്കും കുലാപാംസന ലോകങ്ങളില്ല. എന്താണ് ഗുരുഖ്യാതികൾക്ക്? ഗുരുഖ്യാതി എന്ന് വെച്ചാൽ ഗുരുവിനെ കൊന്നുവെന്ന് പറയുന്ന ആൾ. ഗുരുഖ്യാതികൾക്ക് കുലപാംസന ലോകങ്ങളില്ല. എന്താണ് കുലപാംസന എന്ന് വെച്ച് കഴിഞ്ഞാൽ കുലത്തെ ദ്രോഹിക്കുന്നത്, കുലം നശിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്താണ് കുലപാംസന ലോകങ്ങളില്ല. ദ്രൗണി പറഞ്ഞു, അതുകൊണ്ട് നിന്നെ ശസ്ത്രം കൊണ്ട് കൊന്നുകൂടാ. അതുകൊണ്ട് എന്താണ് ആ ഒരു ഗുരുവിനെ കൊന്നവനെ, ഒരു കുലം ദുഷിപ്പിക്കുന്നവനെയൊക്കെ ശസ്ത്രം കൊണ്ട്, ആയുധം കൊണ്ട് കൊന്നുകൂടാ, നിന്നെ ശസ്ത്രം കൊണ്ട് കൊന്നുകൂടാ. ഇതും പറഞ്ഞ് അയാളുടെ മർമ്മങ്ങളിൽ പെരുവിരൽ ഊന്നിയമർത്തി കഥ കഴിച്ചു. എന്താണ്? ശസ്ത്രം കൊണ്ട്, ആയുധം കൊണ്ട് കൊല്ലാതെ. എന്താണ്? പെരുവിരൽ എന്ന് വെച്ചാൽ നമ്മൾ തള്ളവിരലിനാണ് പെരുവിരൽ എന്ന് പറയുന്നത്. ആ പെരുവിരൽ കൊണ്ട് ഊന്നി അമർത്തി കഥ കഴിച്ചു. ആ പെരുവിരൽ കൊണ്ട് അമർത്തി, മർമ്മങ്ങളിൽ അമർത്തിയിട്ട് കഥ കഴിച്ചു, കൊന്നുകളഞ്ഞു. ദൃഷ്ടദ്രുമ്നന്റെ മരണഞരക്കം കൊണ്ടും അവിടെയുള്ള സ്ത്രീകളും കാവൽക്കാരും ഉണർന്നു. ആ ദൃഷ്ടദ്രുമ്നന്റെ ആ ഒരു മരണസമയത്ത് ആ ഒരു ഞരക്കമുണ്ടല്ലോ, ആ വേദനയെടുത്തുള്ള ഞരക്കം, ആ ഒരു ഞരക്കം കൊണ്ട് അവിടെയുള്ള സ്ത്രീകളും കാവൽക്കാരും ഉണർന്നു. അവിടെയുള്ള സ്ത്രീകളൊക്കെ ഉണ്ടല്ലോ അവിടെ, എവിടാണ്? ആ ഒരു പാളയത്തിൽ. കാര്യം എന്താണ്? ആ യുദ്ധത്തിൽ പോകുന്ന ആൾക്കാർക്കുള്ള ആഹാരങ്ങളെല്ലാം വെച്ചു കൊടുക്കാനൊക്കെ ആളുണ്ടല്ലോ. അപ്പോഴെന്താണ്? അവിടെയുള്ള സ്ത്രീകളും കാവൽക്കാരും, അവിടുത്തെ കാവൽ നിൽക്കുന്ന ആളുകളും ഉണർന്നു. അവർ ആ ഞെക്കിക്കൊല കണ്ട് ചെകുത്താനാണ് എന്ന് ഉറപ്പിച്ച് നടുങ്ങി മിണ്ടാതെ കിടന്നതേ ഉള്ളൂ. അപ്പോഴെന്താണ്? ഒരു വലിയൊരാൾ വന്നു നിന്ന് ഞെക്കിക്കൊല്ലാൻ തുടങ്ങുമല്ലേ, കൊല്ലുകയാണ്. ആ മരിക്കാനുള്ള സമയത്താണ് ആ ഒരു മരണ ഞരക്കം കെട്ട് ബാക്കിയുള്ളവരെല്ലാം ഉണർന്നത്. ആ ഉണർന്നപ്പോഴെന്താണ്? ആ ഒരു ഞെക്കിക്കൊല കണ്ട് ഇത് ഈ വന്ന് കൊല്ലുന്നത് ചെകുത്താനാണ് എന്ന് ഉറപ്പിച്ച് നടുങ്ങി അവരെല്ലാം മിണ്ടാതെ പേടിച്ചു കിടന്നു. ചെകുത്താനാണ് ഇങ്ങനെ വന്ന് കയറി ഇരുന്ന് മർമ്മത്തിൽ ഞെക്കിക്കൊല്ലുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ കണ്ടവരിതൊരു മനുഷ്യനാണ് എന്ന് അറിയുന്നില്ല. അവർ വിചാരിക്കുന്നത് എന്താണ്? ഇതൊരു ചെകുത്താനാണെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ മിണ്ടാതെ പേടിച്ച് മിണ്ടാതെ കിടന്നതേ ഉള്ളൂ. അത്ര മനസ്സിലായ മക്കളെ? അത് ഇത്രയും എളുപ്പമല്ല. ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്താലും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന കാര്യമാണ്. ദ്രൗണി പിന്നെ പുറത്തു കടന്ന് മറ്റു ശിബിരങ്ങളിലേക്ക് പുറപ്പെട്ടപ്പോൾ ആ സ്ത്രീകളും കാവൽക്കാരും വേഗം ഓടി വരണേ എന്ന് നിലവിളി കൂട്ടി. എന്താണ്? ആ ദ്രൗണി ഇദ്ദേഹത്തെ ദൃഷ്ടദ്രുമ്നനെ കൊന്നിട്ട് അവിടുന്ന് പുറത്തിറങ്ങാണ്. ദ്രൗണി പിന്നെ പുറത്ത് കടന്ന് മറ്റ് ശിബിരങ്ങളിലേക്ക് പുറപ്പെട്ടു. എന്നിട്ട് എന്താണ്? അപ്പുറത്ത് ശിബിരങ്ങളിൽ, ബാക്കി താമസ സ്ഥലങ്ങളിലേക്ക് ചെന്ന് കയറുകയാണ്. ആ ശിബിരങ്ങളിലേക്ക് പുറപ്പെട്ടപ്പോൾ ആ സ്ത്രീകളും കാവൽക്കാരും വേഗം ഓടി വരണേ എന്ന് നിലവിളി കൂട്ടി. എന്നിട്ട് വേഗം ഓടി വരണേ എന്ന് അവിടെ കിടന്ന് വിളിച്ചു പോവാണ് ഇവർ പേടിച്ച് എന്ന് നിലവിളി കൂട്ടി. കൂടാരങ്ങളിൽ ആകെ ബഹളമായി. ദ്രൗണിയോ മുന്തിയ ആളുകളെ ചെന്ന് ചവിട്ടിക്കൊന്നു. ദ്രൗണിക്കാണെങ്കിൽ കലി കൊണ്ട് നടക്കുകയല്ലേ. ആ ദ്രൗണി എന്ന് വെച്ചാൽ മുന്തിയെന്ന് വെച്ചാൽ മുതിർന്ന ആളുകൾ, പ്രായത്തിൽ മുതിർന്ന ആൾക്കാർ, യുദ്ധത്തിൽ ഇദ്ദേഹത്തിനേക്കാൾ മുതിർന്ന ആൾക്കാരുണ്ടല്ലോ. ആ ദ്രൗണി ചെന്നിട്ട് എന്താണ്? ആ കൂടാരങ്ങളിൽ ബഹളമായി. ഈ ദ്രൗണി ചെന്നിട്ട് എന്ത് ചെയ്തു? മുന്തിയ ആളുകളെ ചെന്ന്
ചെന്ന് ചവിട്ടിക്കൊന്നു. മുതിർന്ന ആളുകളെല്ലാം ചെന്ന് ചവിട്ടിക്കൊന്നു. തുടർന്ന് വാളൂരി പിടിച്ച് കയ്യിൽ പെട്ടവരെയെല്ലാം വെട്ടി വീഴ്ത്തുകയായി. എന്നിട്ട് വാളൂരി പിടിച്ച് കയ്യിൽ ഊരി പിടിച്ചിട്ട് കണ്ണിൽ കണ്ടവരെയെല്ലാം കയ്യിൽ പെട്ടവരെയെല്ലാം വെട്ടി വീഴ്ത്തുകയുണ്ടായി. എന്നിട്ട് രാത്രിയിലല്ലേ ഇത്, കണ്ടവരെ മൊത്തം വാളുകൊണ്ട് വെട്ടി വീഴ്ത്തുകയുണ്ടായി. അവരുടെ ചോര തെറിച്ച് അയാൾ കൂടുതൽ ഭീകരനായി. അപ്പോഴാ വെട്ടി വീഴ്ത്തുന്ന സമയത്ത് എന്താണ്, ആ ശരീരത്തിൽ നിന്നുള്ള ചോര ചീന്തി തെറിക്കത്തില്ലേ, അങ്ങനെ ആ ചോര തെറിച്ചെന്താണ് അയാൾ കൂടുതൽ ഭയങ്കരനായി. ആ ഒരു രാത്രിയിൽ ആ ഒരു ബീഭത്സമായിട്ടുള്ള രൂപം ഇല്ലേ, ഒരു അദ്ദേഹത്തെ മൊത്തം ചോര വെട്ടി തെറിച്ചിരിക്കുന്ന എല്ലാവരെയും കൊന്നങ്ങ് പോവുകയാണ്. അത്രയ്ക്ക് ഒരു ബീഭത്സമായിട്ടുള്ള ഒരു രൂപം. ആ എന്താണ് കൂടുതൽ അവരുടെ ചോര തെറിച്ച് അയാൾ കൂടുതൽ ഭയങ്കരനായി. അത് കണ്ട് ആളുകൾ അയാളെ രാക്ഷസൻ എന്ന് കരുതി കണ്ണു ചിമ്മി. അയ്യോ, അത് കണ്ടപ്പോഴത്തേനും അവിടെ നിന്ന് ആളുകളെല്ലാം പേടിച്ച് രാക്ഷസനാണെന്ന് കരുതി കണ്ണു ചിമ്മി. ദ്രൗപദിയുടെ 5 പുത്രന്മാരും മറ്റും എതിർത്ത് നോക്കി. കണ്ടോ, ദ്രൗപദിയുടെ 5 പുത്രന്മാർ. ദ്രൗപദി എന്ന് പറഞ്ഞാൽ പാഞ്ചാലിയാണെന്ന് ഞാൻ പറഞ്ഞു. ദ്രൗപദിയുടെ 5 പുത്രന്മാരും മറ്റും എതിർത്ത് നോക്കി. എന്നാൽ ദ്രൗണി അവരെയെല്ലാം വയർ പൊട്ടിച്ചും കൈവെട്ടിയും തലയെരിഞ്ഞും വായിൽ വാൾ കടത്തിയും മറ്റും ബലികഴിച്ചു. അപ്പോഴെന്താണ് ഈ പാണ്ഡവരെ എന്ത് ചെയ്തു? ആ ദ്രൗപദിയുടെ 5 പുത്രന്മാരെ എന്താണ് ചെയ്തത്? അവരുടെ എല്ലാം വയർ പൊളിച്ചും, വയറിലൊക്കെ ആ ഒരു വാൾ കുത്തി കയറ്റി വയർ പൊളിച്ചും കൈവെട്ടിയും, കൈയൊക്കെ വെട്ടിക്കളഞ്ഞു, തലയെരിഞ്ഞു, തലയൊക്കെ അങ്ങ് കണ്ടിച്ചളഞ്ഞു. കൊല്ലുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് ചെന്ന് കയറിയിരിക്കുന്നത് ശിബിരത്തിലെ രാത്രിയിൽ. കണ്ടോ, തലയെരിഞ്ഞും വായിൽ വാൾ കടത്തിയും മറ്റും ബലി കഴിച്ചു. ശിഖണ്ഡിയെ ഭീഷ്മരുടെ എതിരാളിയായ അംബയുടെ പുരുഷാവതാരത്തെ 3 തുണ്ടമാക്കിയിട്ടു. എന്താണ് ആ ശിഖണ്ഡി എന്ന് വെച്ചാൽ നമ്മളുടെ അമ്പയ്ക്ക് അമ്പാലിക്ക് ആദ്യ ദിവസം പറഞ്ഞില്ലേ, അതിനകത്ത് അംബയുടെ പുരുഷാവതാരമാണ്, ആ പുത്രനാണ് ശിഖണ്ഡി. അതായത് നമ്മുടെ ഭീഷ്മരുടെ എതിരാളിയാണ്. ആ ശിഖണ്ഡി എന്ത് ചെയ്തു? 3 തുണ്ടമാക്കിയിട്ടു, 3 കഷ്ണമായി വെട്ടിയിട്ടു. കണ്ടോ, ഒരു ഭയങ്കര ക്രൂര പ്രവൃത്തിയല്ലേ ആ ചെയ്തത്. രാത്രിയിൽ ഉറങ്ങിക്കിടന്ന ഒരു ശിബിരത്തിനകത്ത് കയറി എന്താണ് കണ്ടവരെ മൊത്തവും വെട്ടിക്കൊന്ന് അരിഞ്ഞു കൊന്നു ഇല്ലേ. വയറ് പൊട്ടിച്ച് വായിൽ വാള് കുത്തി ഇറക്കി, പിന്നെന്താണ് കൈ വെട്ടി കാൽ വെട്ടി അങ്ങ്. അപ്പൊ ആ ശിഖണ്ഡി എന്ത് ചെയ്തു? 3 കഷ്ണമായിട്ട് വെട്ടി തുണ്ടമാക്കി. നോക്കിയ മക്കളെ, ആളുകൾ ഉറക്കപ്പിച്ചും ഭയവും പിടിപെട്ട് അങ്ങുമിഞ്ഞും പായുകയായിരിക്കും. ആളുകൾ എന്താണ് ഉറക്കത്തിനിടയിലല്ലേടോ ഇത് സംഭവിച്ചത്, ഉറങ്ങിക്കിടന്നപ്പോൾ സംഭവിച്ച കാര്യമാണ്. ആളുകൾ ഉറക്കപ്പിച്ചും ഭയവും പിടിപെട്ട് അങ്ങുമിഞ്ഞും പായുകയായി. അവർക്ക് ആയുധവും വസ്ത്രവും ഒന്നും കയ്യിൽ കിട്ടിയില്ല. അവർക്ക് എന്താണ് ആയുധവും വസ്ത്രവും ഒന്നും കയ്യിൽ കിട്ടിയില്ല. ചിലർ നിലത്ത് തന്നെ അമർന്നു കിടന്നു. ചിലരെന്താണ് നിലത്ത് തന്നെ അമർന്നു കിടന്നു. അവരെ പകച്ചു പായുന്ന ആനകൾ ചവിട്ടി അരച്ചു. അപ്പോഴെന്താണ് ആ രാത്രി കിടന്ന് ഉറങ്ങുന്ന ഒരു അവസ്ഥയല്ലേ. അപ്പോഴെന്താണ് ആളുകൾ ഉറക്കപ്പിച്ചും ഭയവും പിടിപെട്ട് അങ്ങും ഇഞ്ഞും ചിതറി ഓടുകയാണ്, പേടിച്ച് ചിതറി ഓടുകയാണ്. എന്താണ് അവർക്ക് ആയുധവും വസ്ത്രവും ഒന്നും കയ്യിൽ കിട്ടിയില്ല. അപ്പോഴെന്താണ് രാത്രിയുള്ള സമയത്ത് ആ ആയുധങ്ങളും വസ്ത്രങ്ങളും ഒന്നും നമ്മൾ തന്നെയാണെങ്കിൽ തന്നെ എന്താ നൈറ്റ് ഡ്രസ്സിൽ കിടന്നുറങ്ങുന്നവരാണെങ്കിൽ രാവിലെ ആ എണീറ്റ് അങ്ങനെ തന്നെ ഓടുകയാണ്. എന്താണ് പടച്ചട്ട പോലും ഇല്ലാതാണ് അവർ കിടന്നുറങ്ങുന്നത്. അപ്പോഴെന്താണ് അവര് ആ കയ്യിൽ ചിലർ നിലത്ത് തന്നെ അമർന്നു കിടന്നു. ചിലരാണെങ്കിൽ ഇത്രയും ബഹളത്തിനിടയ്ക്ക് മിണ്ടാതെ അനങ്ങാതെ സൈഡിലൊരു അടിയിലൊരു മൂലയിലോട്ട് അങ്ങ് കയറി കിടന്നവരുമുണ്ട്. അമർന്നു കിടന്നു. അവരെ പകച്ചു പായുന്ന ആനകൾ ചവിട്ടി അരച്ചു. അങ്ങനെ എന്താണ് ആനകൾ ഉൾപ്പെടെ ഭയന്ന് ഓടുകയാണ്. അങ്ങനെ ഭയന്ന് പായുന്ന ആനകൾ, പകച്ചു പായുന്ന ആനകൾ ചവിട്ടി അരച്ചു. ആളുകളുടെ പലതരം നിലവിളികൾ കൊണ്ട് കൂടാരമാകെ മുഴങ്ങി. ആളുകൾ ഭയന്ന് അങ്ങ് പേടിച്ചു പോയില്ലേ. ആളുകളുടെ പലതരം നിലവിളികൾ കൊണ്ട് കൂടാരമാകെ മുഴങ്ങി. ആ കൂടാരം മൊത്തത്തില് ആളുകളുടെ ഒരു ഭയം നിലവിളി കാരണം മുഴങ്ങി. ശിബിരത്തിൽ നിന്നും പുറത്തു ചാടി ഓടാൻ ചെന്നവരെ ദ്വാരദേശത്തിൽ വെച്ച് കൃപനും കൃതവർമ്മനും കൊണ്ടുവീഴ്ത്തി. എന്താണ് ആ ശിബിരത്തിൽ നിന്നും പുറത്തു ചാടി അവർ പറയുന്നുണ്ടായിരുന്നല്ലോ, ശിബിരത്തിലോട്ട് കയറിയപ്പോഴേ പറയുന്നുണ്ടായിരുന്നു എന്താണ് ആ ഒരുത്തനും നിങ്ങളുടെ അടുത്ത് നിന്ന് ജീവനോടെ പോകരുതെന്ന് ദ്രോണി പറഞ്ഞിട്ടല്ലേ അതിനകത്തോട്ട് കയറി പോകുന്നത്. അപ്പോഴെന്താണ് ശിബിരത്തിൽ നിന്നും പുറത്തു ചാടി ഓടാൻ ചെന്നവരെ ദ്വാരദേശത്ത് വെച്ച് ശിബിരത്തിന്റെ ആ ദ്വാരഭാഗത്തിന്റെ ആ കവാട ഭാഗത്ത് വെച്ച് ദേശത്ത് വെച്ച് കൃപനും കൃതവർമാവും കൊന്നു വീഴ്ത്തി. ആ കൃപനും കൃതവർമാവും കൊന്നു വീഴ്ത്തി. ആയുധ
കവചാദികളില്ലെങ്കിലും തൊഴുത് കുമ്പിട്ട് നിന്നാലും ഒരുവനെയും അവർ വിട്ടില്ല. എന്താണ്? ആയുധ കവചാദികൾ, ആയുധ കവചം, ആയുധത്തിന്റെ കവചങ്ങൾ ഏതാണ്? പടച്ചട്ടയാണ്. ആ പടച്ചട്ടാദികളില്ലെങ്കിലും പറഞ്ഞില്ലേ, രാത്രി കിടന്നുറങ്ങുമ്പോൾ പടച്ചട്ട ഇട്ടുകൊണ്ടല്ലല്ലോ കിടന്നുറങ്ങുന്നത്. ആയുധ കവചാദികളില്ലെങ്കിലും തൊഴുതു കുമ്പിട്ട് നിന്നാലും, എന്ന് പറഞ്ഞു എന്നെ കൊല്ലല്ലേ എന്ന് പറഞ്ഞിട്ട് തൊഴുതു കുമ്പിട്ട് നിന്നാൽ പോലും എന്താണ്? ഒരുവനെയും അവർ വിട്ടില്ല. അങ്ങനെയുള്ള ഒരാളിനെ പോലും അവർ വെറുതെ വിട്ടില്ല. അവർ പിന്നെ ദ്രൗണിയെ പ്രീണിപ്പിക്കുക, സന്തോഷിപ്പിക്കുക. ആ ദ്രൗണിയെ പ്രീണിപ്പിക്കാനായി കൂടാരങ്ങൾക്ക് 3 വശവും തീയും കൊടുത്തു. എന്നിട്ട് ആ ദ്രൗണിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താണ്? ആ കൂടാരങ്ങൾക്ക് 3 വശത്ത് തീയും കൊടുത്തു. ആ വെളിച്ചത്തിൽ ദ്രൗണി നടന്നു കൈമിടിക്കോടെ വെട്ടിക്കൊല നടത്തി. കണ്ടോ? ആ ഒരു വെളിച്ചത്തിൽ, ഏത് വെളിച്ചമാണ്? ആ കൂടാരങ്ങൾ തീ കത്തിച്ച ആ ഒരു വെളിച്ചത്തിൽ എന്ത് ചെയ്തു? ദ്രൗണി നടന്ന് കൈമിടിക്കോടെ വെട്ടിക്കൊല നടത്തി. പാഞ്ഞെടുക്കുന്നവനെയും പാഞ്ഞൊഴിയുന്നവനെയും ഒരുവനെയും കൈയൊഴിച്ചില്ല. എന്താണ്? പാഞ്ഞെടുക്കുന്നവനെയും പാഞ്ഞൊഴിയുന്നവനെയും, പാഞ്ഞ് അടുത്തോട്ട് വരുന്ന ആളിനെയും പാഞ്ഞ് ഒഴിഞ്ഞു പോകുന്ന, ദൂരേക്ക് ഒഴിഞ്ഞു പോകുന്ന ആൾക്കാരെയും എന്താണ്? ആരെയും കൈയൊഴിച്ചില്ല. മുഴുവൻ ചത്തവരും പാതി ചത്തവരുമായ ആളുകളെ കൊണ്ടും ഗജാശ്വങ്ങളെ കൊണ്ടും ഭൂമി ഭീമദർശനമായി. എന്താണ്? വല്ലാത്തൊരു ഭീമദർശനം വെച്ചാൽ വല്ലാത്തൊരു കാഴ്ചയാവുക. എന്താണ്? ഒരു മുഴുവൻ ചത്തവരും, എല്ലാവരും മുഴുവൻ ചത്ത ആൾക്കാരും എന്താണ്? പാതി ചത്തവർ, എന്താണ്? വെട്ടി മുറിച്ചിട്ടേക്കുള്ള കുറച്ചു നേരം കഴിഞ്ഞിട്ട് മരിക്കുന്ന ആൾക്കാർ വരെ അവിടെ കിടപ്പുണ്ട്. അങ്ങനെ പാതി ചത്തവരുമായ ആളുകളെ കൊണ്ടും ഗജാശ്വങ്ങളെ കൊണ്ടും, ഗജം ആന, അശ്വം കുതിര, അപ്പോൾ ആനയെയും കുതിരയെയും കൊണ്ടും ഭൂമി ഭീമദർശനമായി, ഒരു വല്ലാത്തൊരു കാഴ്ചയായി, മനസ്സിന് അറപ്പുണ്ടാകുന്ന ഒരു കാഴ്ചയായിട്ട് മാറി. സർവത്ര കൂട്ട നിലവിളി തന്നെ. അവിടെ മൊത്തവും എന്താണ്? ഒരു കൂട്ട നിലവിളി തന്നെ. ഒടുക്കം അത് നേർത്ത് മൂളനായി ഞരക്കമായി അടങ്ങി. അപ്പോഴെന്താണ്? ഇത്രയും ഭീവത്സമായിട്ടുള്ള ഒരവസ്ഥ. അവിടെ എന്താണ്? എല്ലായിടവും കൂട്ട നിലവിളി തന്നെ. മരിക്കാൻ വേണ്ടി കിടക്കുന്ന ആളുകളും കരയുകയാണ്. അങ്ങനെ കരയുകയാണ്. അവരെന്താണ് അവസാനം കരഞ്ഞ് എന്താണ്? അത് ഒരു നേർത്ത മൂളലായി ഒരു ഞരക്കമായി അടങ്ങി.